ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബിനു പി, ഉദ്ഘാടകനായിരുന്ന സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, വിഷയം അവതരിപ്പിച്ച ബിനു ശിവദാസ്, പ്രിയമുള്ള വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സൗത്ത് വിഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഇതിനെ മുൻപ് പ്രസംഗിച്ച മുഴുവൻ പേരും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതിലേറ്റവും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ബിനു ശിവദാസ് പറഞ്ഞൊരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. അദ്ദേഹം പറയുകയുണ്ടായി, ഈ സമൂഹത്തിലെ അറിയുവാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളെന്ന്. കാരണം നമുക്കെല്ലാം അറിയാം, ഇന്ന് ഈ കേബിൾ ടി വിയുമായി സാധാരണക്കാരുടെ ഇടയിൽ കയറി ചെന്ന് മാസവരി കൊടുക്കാനില്ലാതെ വരുമ്പോൾ അവർക്ക് വേണ്ടി അത് തവണകളായി കൊടുക്കാനും അവരുടെ വിഷമങ്ങൾ അറിയുവാനും സാധിക്കുന്ന ഒരു വിഭാഗമാണ്. താഴെത്തട്ടിലെ ആ സ്പന്ദനം അറിയുവാൻ സാധിക്കുന്ന ഇവർക്ക് ഈ വലിയൊരു വിഷയം ഏറ്റെടുക്കുവാൻ, കാരണം ഈ സമൂഹത്തിൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഇവിടെ വ്യാപാര സമൂഹം എന്നത് കാണുകയില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വികസനത്തിൻ്റെ പേരിൽ, ഹൈവേ വികസനത്തിൻ്റെ പേരിൽ കൊല്ലം ജില്ലയിൽ മാത്രം 2760 വ്യാപാരികളെയാണ് ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. ഇന്ന് അത് അവരെ മുഴുവൻ ഇന്ന് വ്യാപാരമില്ലാത്ത ഒരവസ്ഥയിലാണ്. അവരുടെ ഉപജീവന മാർഗം താറുമാറായിപ്പോയി. അവർക്ക് വേണ്ട പുനരധിവാസമോ പുനരധിവാസ പാക്കേജോ ഒന്നും കൊടുക്കുവാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നമ്മളിന്ന് ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാം, പല സ്ഥാപനങ്ങളുടെയും പകുതി മുറിച്ച് അത് വ്യാപാരം ചെയ്യാൻ പറ്റാത്ത, യോഗ്യമല്ലാത്ത വണ്ണം ആ ബിൽഡിങ് വികൃതമായ രീതിയിലാണ് കാണുന്നത്. അതും പോട്ടെ, ഇന്ന് അതിൻ്റെ സൈഡിൽ ആരെങ്കിലും കട തുറന്നിരിപ്പുണ്ടെങ്കിൽ അവിടെ വർക്കുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ മുഴുവൻ ഒരു രീതിയിലും ആ കടകളിൽ പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ദുരിതത്തിൻ്റെ പുറത്ത് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, കോവിഡ് വന്നു, നോട്ട് നിരോധനം വന്നു, GST വന്നു. ഇതെല്ലാം ബാധിച്ചത് വ്യാപാരികൾക്കാണ്. പണ്ടൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ഞങ്ങളുടെ നേതാവ് ഒന്ന് ചലിച്ചാൽ കടകളടയ്ക്കും, കൊടികളെടുക്കും. നമ്മുടെ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ട്രഷററായ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവരാജൻ, അദ്ദേഹമൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ആദ്യകാലം മുതൽ ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാര സംഘടനയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തികളാണ്. അന്നൊരൊറ്റ കെട്ടായിരുന്നു, ഇതുപോലൊരു വിഷയം വന്നാൽ, ഇതുപോലാണൊരു വിഷയം അന്നത്തെ കാലത്തായിരുന്നുവെങ്കിൽ ഈ ഹോളൊന്നും മുഴുക്കാതെ വന്നേനെ. ഇന്നെല്ലാവരും ഒരു നിർജീവ അവസ്ഥയിലാണ് വ്യാപാരികൾ. എങ്ങനെയെങ്കിലുമൊക്കെ ആകട്ടെ, ഓരോ ദിവസം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു പ്രശ്നം വന്നു കയറുന്നു. ഇതാണ് ഇന്നത്തെ സാഹചര്യം. ഈ സാഹചര്യത്തെ മറികടക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സൗത്ത് വിഷനോ ഒന്നും കൊണ്ട് മാത്രം സാധിക്കത്തില്ല. മുഴുവൻ വ്യാപാരികളും ഉണർന്നാൽ മാത്രമേ പറ്റൂ. ഇന്ന് ഉറക്കം നടിക്കുകയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാര്യം വളരെ സങ്കീർണമായി, ഞങ്ങൾ കാലാകാലങ്ങളായി കച്ചവടം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിലെ ഓരോ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു ആളെന്ന നിലയിലും ഇന്നത്തെ പ്രതിസന്ധി അതീവ രൂക്ഷമാണ്. അതിൻ്റെ കൂടെയാണ് ഈ ഓൺലൈൻ വ്യാപാരം. ഓൺലൈൻ വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ തുടങ്ങിയെങ്കിലും വലിയ ഭീമന്മാരോട് ഇതിനെ ഏറ്റുമുട്ടുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായി. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എനിക്കറിയാം, ഈ കേബിൾ ടി വി നടത്തിക്കൊണ്ടിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേരളത്തിൽ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ തുടങ്ങുന്നത്. ആ സമയത്ത് വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ട്, അതിനെ ശക്തമായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നേരിട്ടുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു നെറ്റ്വർക്കായി
ഇതിനെ മാറ്റുവാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ഈ കേരള വിഷൻ. അവരാണ് ഈ ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. കാര്യം 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇന്ന് സമൂഹത്തിൽ നമ്മൾ എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ മാധ്യമത്തിൻ്റെ സഹായമില്ല ഒന്നും നടക്കത്തില്ല. അതിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഈ പവർ വിഷൻ, ഈ ഇന്ത്യ വിഷൻ, കേരള വിഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ വിഷയം തീർച്ചയായും സമൂഹത്തിൻ്റെ ഈ വിഷയത്തെ ഏറ്റെടുത്ത ഇതിൻ്റെ ഭാരവാഹികളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് ഇന്നുകൊണ്ട് തീരുന്നില്ല. ഈ 40 കേന്ദ്രങ്ങളിൽ ഇവർ പോയി ഓരോ സ്ഥലത്തും ഇതിൻ്റെ മെസ്സേജുകൾ എത്തിക്കുമ്പോൾ തന്നെ അതാത് പ്രദേശത്തുള്ള വ്യാപാരികൾക്ക് ഇതിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുമ്പോൾ തീർച്ചയായും ഇതിലൊരു ഉണർവുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊരു മുന്നേറ്റമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇതിനുവേണ്ടി തീരുമാനങ്ങളെടുത്ത പവർ വിഷൻ, ഇതിൻ്റെ ഈ കേരള വിഷൻ്റെയും സൗത്ത് വിഷൻ്റെയും ഭാരവാഹികളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.